സംവിധായകനാണ്, നല്ലൊരു കോർഡിനേറ്ററാണ്. അസീസ് ഖായുടെ ആകാശവാണി ആർട്ടിസ്റ്റായാണ് അദ്ദേഹത്തിന്റെ ഈ രംഗത്തുള്ള തുടക്കം. നിരവധി പാട്ടുകളുടെ പിന്നിൽ അസീസ് ഖായുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന മാപ്പിളപ്പാട്ടിന്റെ ഒരു വല്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ സംസ്കാരത്തോട് നീതി പുലർത്തുന്ന പാട്ടുകൾ കുറവാണെന്ന് നമ്മൾ പറയപ്പെടുന്ന ഈ കാലത്തും ജവാബും സഫാ മറവയും തുടങ്ങിയ ആൽബങ്ങളൊക്കെ പഴയ പാട്ടിന്റെ തനിമയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഹിറ്റാക്കിയത്, അതൊക്കെ അസീസ് ഖായുടെ ഒരു കൈവിരൽ സ്പർശം ആ ആൽബങ്ങളുടെയൊക്കെ പിറകിലുണ്ട് എന്നുള്ളതാണ്. വളരെ ശ്രദ്ധേയനായ ഒരു കലാകാരൻ. എനിക്ക് തോന്നുന്നത് താരാട്ട് പാട്ടുകൾക്ക് പുതിയ ഒരു മാനം നൽകിയ ആളാണ് അസീസ് ഖാ. അപ്പൊ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു റെക്കോർഡിംഗ് സംവിധാനത്തിൽ മൈനസ് ട്രാക്കിൽ ഇങ്ങനെ താരാട്ട് പാട്ടുകൾ പ്രൊഡക്റ്റ് ചെയ്യാമെന്ന് ലോകത്ത് തന്നെ ചിലപ്പോൾ മാതൃകയാക്കിയത് അസീസ് ഖായായിരിക്കും ആദ്യം ഈ ഒരു രംഗത്തിന് തുടക്കമിട്ടത്. താരാട്ടുപാട്ടുകളുടെ സുൽത്താൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അസീസ് ഖായെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇന്ന് കേരളത്തിലെ മുഴുവൻ വേദികളിലും റിയാലിറ്റി ഷോകളിലും മാപ്പിളപ്പാട്ട് രംഗത്ത് സജീവമാണ്. ദഫ്മുട്ടിനെ കുറിച്ചും മാപ്പിളപ്പാട്ടുകളെ കുറിച്ചും മാപ്പിള കലകളെ കുറിച്ചും ആധികാരികമായി അറിവുള്ള അദ്ദേഹത്തെ ആ ഒരു വേദിയിൽ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിന്റെ ഒരു ശാഖ അല്ലെങ്കിൽ ഒരു ഉപകമ്മിറ്റി കാസർഗോഡ് ജില്ല മൊഗ്രാലിലുണ്ട്. മൊഗ്രാൽ കേന്ദ്രമാക്കിയ ഒരു മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിന്റെ സബ് കമ്മിറ്റിയുണ്ട്. ഗവൺമെന്റ് അദ്ദേഹത്തെ അതിന്റെ ചെയർമാനാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ രംഗത്തും അദ്ദേഹം ഇതിന്റെ ഗവേഷണ മേഖലയിൽ ഇതിന്റെ മറ്റു മേഖലകളിലും അസീസ് ഖാ വളരെ വളരെ സജീവമാണ്. മീഡിയ വണ്ണിലൂടെ 14-ാം രാവ് ഉദിച്ചുയരുമ്പോൾ അതിൻ്റെ പ്രഭാപൂരം ലോകമെങ്ങും പരക്കട്ടെ എന്ന് ആശിക്കുന്നു. മീഡിയ വണ്ണിനും 14-ാം രാവിനും ആശംസകൾ. ശ്രീ OM കരുവാരക്കുണ്ട്. OM കരുവാരക്കുണ്ട് ഈ കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ്. മാപ്പിളപ്പാട്ട് രചയിതാവാണ് OM കരുവാരക്കുണ്ട്. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഈ വിഷ്വൽ ആൽബങ്ങൾ ഈ ഒരു ട്രെൻഡിന് തുടക്കമിട്ടത് ഈസ്റ്റ് കോസ്റ്റിന്റെ മിതാദാണ്. പാൽനീല പുഞ്ചിരി എന്ന് തുടങ്ങുന്ന വളരെ പ്രസിദ്ധമായ KG മാർക്കോസും രഹനയും പാടിയ ആ പാട്ട്, അതിന്റെ രചയിതാവ് ആ ആൽബത്തിന്റെ മിതാദ്, ലദീദ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആൽബങ്ങൾ വന്നു. അതിന്റെയൊക്കെ രചയിതാവ് OM കരുവാരക്കുണ്ടാണ്. അതേപോലെ സുബ്ഹാന്റെ മസ്ജിദിൽ നമ്മുടെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ഉണ്ണികൃഷ്ണൻ പാടിയ ശ്രദ്ധേയമായ ഒരു മാപ്പിളപ്പാട്ടുണ്ട്, റൂഹിന് പറയാനാകുമോ, അത് OM കരുവാരക്കുണ്ടിൻ്റെതാണ്. നിരവധി ഗാനങ്ങൾക്ക് ഇപ്പോഴും അദ്ദേഹം സജീവമാണ്. OMന്റെ ഒരു പ്രത്യേകത, മറ്റു രചയിതാക്കൾക്കില്ലാത്ത OMന്റെ ഒരു പ്രത്യേകത, മോയിൻകുട്ടി വൈദ്യരും മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദും അതേപോലെ വടക്കിനിയടുത്ത് അഹമ്മദ് കുട്ടിമല്ലയും പുലിക്കോട്ടിൽ ഹൈദറും അങ്ങനെയുള്ള പഴയകാല രചയിതാക്കളുടെ ഒരു ശ്രേണിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ശൈലിയെ ചുവട് വെച്ചുകൊണ്ട് തനത് രീതിയിൽ നിന്ന് നമ്മുടെ കുട്ടികളൊക്കെ മത്സരവേദികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ OM കരുവാരക്കുണ്ടിനാണ്. ഒപ്പനയിലും മാപ്പിളപ്പാട്ടിലും ആ ഒരു സങ്കര ഭാഷാ ശൈലിയിൽ പ്രാസവും മാപ്പിളപ്പാട്ടിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാട്ടുകൾ എഴുതാൻ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് വേറെ തന്നെയാണ്. ആ രംഗത്ത് അദ്ദേഹത്തിന് ഒരു തൻ്റെതായ ഒരു തട്ടകമുണ്ട്. ആ രംഗത്ത് ഒരു സുൽത്താനാണ് നമ്മുടെ OM കരുവാരക്കുണ്ട്. വളരെ ശ്രദ്ധേയനായി ഈ രംഗത്ത് എഴുത്ത് രംഗത്തും ഇതിന്റെ ഗവേഷണ രംഗത്തും ഒക്കെ OM കരുവാരക്കുണ്ട് ഇപ്പോഴും സജീവമാണ്. ശ്രാവ്യരംഗത്തെ ഒരു വേറിട്ട ശബ്ദമായി, കാഴ്ചയായി മീഡിയ വണ്ണിനെ എല്ലാവരും ഉറ്റുനോക്കുന്നു. മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോകളിൽ തന്നെ ഒരു വ്യത്യസ്തത പുലർത്തും എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി 14-ാം രാവ്, ആ 14-ാം രാവിനെയും ഞങ്ങളെല്ലാവരും ഉറ്റുനോക്കുകയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ സ്വത്വവും തനിമയും നിലനിർത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി സർവഭാവങ്ങളും നേരുന്നു. ശ്രീ തലശ്ശേരി A. ഉമ്മർ. തലശ്ശേരി A. ഉമ്മർക്ക മാപ്പിളപ്പാട്ടിലെ എനിക്ക് തോന്നുന്നത് പുതിയ തലമുറ ഇനിയും അദ്ദേഹത്തെ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എല്ലാവർക്കും അറിയാം. MP ഉമ്മർ കുട്ടിക്ക, മൂസക്ക, പീർക്ക തുടങ്ങിയ അതുല്യ പ്രതിഭകൾ തലശ്ശേരിയുടെ സംഭാവനയാണ്. തലശ്ശേരിയിൽ തന്നെ ഈ മാപ്പിളപ്പാട്ട് രംഗത്തിന്റെ
ഒരു വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് തലശ്ശേരി എ ഉമ്മർ. അദ്ദേഹത്തിന്റെ പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്. എല്ലാ ഷോകളിലും, എല്ലാ കല്യാണ വീടുകളിലും, എല്ലാ ഗാനമേളകളിലും നമ്മുടെ പുതിയ തലമുറയിലെ ഗായകർ KG മാർക്കോസും MG ശ്രീകുമാറും കണ്ണൂർ ഷെരീഫും IP സിദ്ദീഖും MA ഗഫൂറും എല്ലാവരും പാടുന്ന പാട്ടാണ് കുടമുല്ല ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി എന്ന ഗാനം. TK കുട്ടിയാലിക്ക എഴുതിയ ഈ പാട്ട് പാടിയത്, ഗ്രാമഫോൺ റെക്കോർഡിൽ പാടിയത് നമ്മുടെ പ്രിയപ്പെട്ട തലശ്ശേരി എ ഉമ്മർക്കയാണ്. അതേപോലെ നമ്മുടെ രഹനയടക്കമുള്ള പുതിയ കാലഘട്ടത്തിലെ ഗായകരും എല്ലാ ഗായകരും പാടുന്ന ചേലത്തെളിവുളി എന്ന കല്യാണപ്പാട്ട്, അതും ഗ്രാമഫോൺ റെക്കോർഡിൽ പാടിയത് എ ഉമ്മർക്കയാണ്. വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, അഴകാർ മുഹമ്മദിൻ എന്ന മാപ്പിളപ്പാട്ടിലെ ആദ്യത്തെ ഗാനമായ മൊഹീദ്ദീൻ മാലയുടെ ആ ഒരു ഈശ്വരനോട് സാമ്യപ്പെടുത്തി എഴുതിയ അഴകാർ മുഹമ്മദ് എന്ന പ്രശസ്തമായ ഗാനവും തലശ്ശേരി എ ഉമ്മർക്കയുടേതാണ്. നമ്മുടെ ഈ പാട്ടുകൾ പാടാറുണ്ട്, കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്, എല്ലാ ചാനലുകളും പാടാറുണ്ട്. പക്ഷേ തലശ്ശേരി എ ഉമ്മർക്ക എന്ന ഒരു കലാകാരൻ, അദ്ദേഹം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നത് ഇന്നേ വരെ ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഈ രംഗത്തുള്ളവർക്ക് അറിയാമെന്നല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ആ ഒരു കുറവ് മീഡിയ 1 ചാനലിലെ 14ാം രാവ് നികത്തുകയാണ്. തലശ്ശേരി എ ഉമ്മർക്കയെ നാം നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രഗത്ഭനായ എ ഉമ്മർക്കയുടെ സംഭാവനകളെ 14ാം രാവ് ഇവിടെ സ്മരിക്കുകയാണ്. മീഡിയ 1 ആരംഭിക്കുന്ന ഈ 14ാം രാവ് എന്ന പ്രോഗ്രാമിന് സർവ്വവിധ ഭാവുകങ്ങളും നേരുകയും ലോകം മുഴുവനും അറിയപ്പെട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ശ്രീ ഹമീദ് ഷർവാനി. മാപ്പിളപ്പാട്ടിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായ 10 പാട്ടുകളെടുത്താൽ അതിലൊന്ന് ഹമീദ് ഷർവാനിയുടേതാണ്. റഹീം മൗലവി എന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ എഴുതിയ മാപ്പിളപ്പാട്ടിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു ഗാനമാണ് ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണകയിൽ ഉണ്ട് പ്രിയെ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ എന്ന പ്രശസ്തമായ ഗാനം എല്ലാവരും ഇപ്പോഴും പാടാറുണ്ട്. ആ പാട്ട് ഗ്രാമഫോൺ റെക്കോർഡിൽ പാടിയത് ഹമീദ് ഷർവാനിയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ റഹീം മൗലവിയുടേതാണ് രചന. എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനമാണിത്. ഷർവാനി അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു ജീവിതശൈലി കൊണ്ടും സ്വഭാവം കൊണ്ടും ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. ഏത് രംഗത്തും ഒരു സ്വന്തമായ ഒരു പ്രത്യേക ശൈലിയിലാണ് അദ്ദേഹത്തെ ഈ ലോകത്തെയും നമ്മുടെ പാട്ട് മേഖലയൊക്കെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. ഹമീദ് ഷർവാനി എന്ന അതുല്യ ഗായകനാണ് ഉണ്ടോ സഖി ഒരു കുല മുന്തിരി എന്ന പാട്ട് പാടിയത് എന്ന് പ്രേക്ഷകരെ നാം അറിയിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം അങ്ങനെയായിരുന്നു. സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകൾ 2, സ്നേഹത്തിൻ നിനകൾ 2 പാറി വന്നു പൊത്തിലോടി വന്നു. എല്ലാവർക്കും അറിയാം. രഹനയൊക്കെ ഈ പാട്ട് പാടിയിട്ടുണ്ട് കാസറ്റിൽ. ഈ പാട്ടും ഹമീദ് ഷർവാനിയുടേതാണ്. പൊട്ടിപ്പിളരാതെ പൊട്ടിത്തളരാതെ സൃഷ്ടിച്ചരീ മണ്ണിൽ ആരാണ് അള്ളാഹു എന്ന പ്രശസ്തമായ ഭക്തിഗാനവും ഹമീദ് ഷർവാനിയുടേതാണ്. അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കൂടെ സജീവമായുണ്ട്. അദ്ദേഹത്തെയും ഇവിടെ ക്ഷണിച്ചു എന്നത് മീഡിയ 1 ചാനൽ 14ാം രാവ് എന്ന റിയാലിറ്റി ഷോ മാപ്പിളപ്പാട്ട് പ്രേക്ഷകർക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമായി ഞാൻ കാണുകയാണ്. രാവുകളിൽ മികച്ച 14ാം രാവ്, മീഡിയയിൽ നമ്പർ 1 അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ശ്രീ KMK വെള്ളയിൽ. KMK വെള്ളയിൽ തീർത്തും കോഴിക്കോട്ടുകാരനായ മാപ്പിളപ്പാട്ട് രംഗത്തെ ഒരു കലാകാരൻ, ഗായകൻ. KMK വെള്ളയിൽ എന്ന നാമം മാപ്പിളപ്പാട്ടിലെ പഴയ ആസ്വാദകർക്ക് കൃത്യമായിട്ട് അറിയാം. പുതിയ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകൾ അറിയാം. അമ്മോശങ്കാക്ക നിങ്ങളെ തിരുമോള് പൊറുപ്പിച്ചൂട എന്ന പ്രശസ്തമായ ഹാസ്യഗാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ച മാനാത്ത വീട്ടിൽ കുഞ്ഞിമരക്കാർ എന്ന പ്രസിദ്ധനായ സ്വാതന്ത്ര്യ സമര സേനാനിയെ അനുസ്മരിച്ചുകൊണ്ട് വെളിയങ്കോട്ടന്നൂരിലെ വീട്ടിലെ മാനാത്ത് എന്ന കണ്ണൂർ രാജൻ, മലയാള സിനിമാ പിന്നണി രംഗത്തെ ശ്രദ്ധേയനായ സംഗീത സംവിധായകൻ കണ്ണൂർ രാജൻ ഈണമിട്ട ആ ഒരു വെളിയങ്കോട്ടന്നൂരിലെ വീട്ടിലെ മാനാത്ത് എന്ന പാട്ട് പാടിയത് KMK വെള്ളയിലാണ്. അമ്മോശങ്കാക്ക എന്ന് തുടങ്ങുന്ന പാട്ട് പാടിയത്, പരിഹാരം പാപങ്ങൾ കേകുന്നോനെ എന്ന പാട്ട് പാടിയത്, ഇതെല്ലാം KMK വെള്ളയിലാണ്. അദ്ദേഹം ഒരു പാട്ടുകാരൻ എന്നതിലുപരി ഈ രംഗത്ത് അദ്ദേഹത്തിന്റെ കേരള മാപ്പിള കലാ സംഗീത അക്കാദമി എന്ന ഒരു സംഘടനയുണ്ട്. ഓരോ വർഷവും മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രഗത്ഭരായ ആളുകളെ ആദരിക്കുകയും അവാർഡുകൾ നൽകുകയും അതിന്റെ ഒരു മാപ്പിളപ്പാട്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രഗത്ഭമായ സംഘടനയുടെ തലവനാണ് അദ്ദേഹം.
വളരെ പ്രശസ്തമായ പാട്ടുകൾ പാടി ഇപ്പോഴും സജീവമായി നിലകൊള്ളുന്ന KMK വെള്ളയിൽ എന്ന ആ പ്രഗത്ഭനായ ഗായകനെ മീഡിയ വൺ ചാനൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. അതിന് 14-ാം രാവ് എന്ന റിയാലിറ്റി ഷോയോട് നാം കടപ്പെട്ടിരിക്കുന്നു. മീഡിയ വൺ അവതരിപ്പിക്കുന്ന 14-ാം രാവ് എന്ന റിയാലിറ്റി ഷോ പേരുകൊണ്ട് തന്നെ വളരെ പ്രശസ്തിയായി കഴിഞ്ഞു. ഈ ചാനല് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയില് കത്തി തിളങ്ങട്ടെ എന്ന് വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീഡിയ വണ്ണിന്റെ 14-ാം രാവ് എന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഭാവുകളും നേർന്നുകൊള്ളുന്നു. 14-ാം രാവിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും ചേർന്ന് ഒരു ഗാനം ആലപിച്ച് 14-ാം രാവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവ്